എൻ്റെ പേര് സീന. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഭൂമിയിലെ പറുദീസയാക്കാൻ ഈ ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. 8 വർഷമായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് സ്ഥിരമായിട്ടൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2022 കൃപാസന റാലിയിൽ പങ്കെടുക്കാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ നിയോഗം എനിക്ക് സ്ഥിരമായിട്ടൊരു ഡ്യൂട്ടി തന്ന് അനുഗ്രഹിക്കണമെന്നായിരുന്നു. ഇവിടെ നിന്ന് ചെന്ന് ഫാസ്റ്റിങ്ങോടുകൂടിയാണ് ഞാനിവിടെ റാലിയിൽ പങ്കെടുത്തത്. അവിടെ ചെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് സ്ഥിരമായിട്ടൊരു ഡ്യൂട്ടി തരണമെന്ന്. സ്ഥിരം രാവിലെയും വൈകിട്ടും ഒക്കെ ഞാൻ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൂടാതെ നവംബറിൽ നമ്മുടെ ജോസഫ് അച്ഛൻ അവിടെ 3 ദിവസത്തെ ധ്യാനത്തിന് വന്നിരുന്നു. അച്ഛനെ കാണാനും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചു. അന്നും അച്ഛനോട് ഞാനിത് പറഞ്ഞിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് നല്ലൊരു ഡ്യൂട്ടി കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് നവംബറിൽ തന്നെ നല്ലൊരു ഡ്യൂട്ടി നൽകി അനുഗ്രഹിച്ചു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുകൂടാതെ കഴിഞ്ഞ ജൂലൈയിൽ എനിക്കൊരു 4 ലക്ഷം രൂപ ആവശ്യമായിട്ട് വന്നിരുന്നു. സത്യത്തിൽ എൻ്റെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ലാസ്റ്റിലേക്കാണ് മാറേണ്ട ഡേറ്റ്. പക്ഷെ അവർക്ക് ജൂലൈയിൽ തന്നെ ഒരു വീട് കിട്ടുകയും അവർ തന്ന പൈസ തിരിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ ഒരു 4 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരു ബുധനാഴ്ച ദിവസം, അതായത് ജൂൺ 2nd വീക്ക് ബുധനാഴ്ച ഞാൻ ഫാസ്റ്റിങ്ങോടുകൂടി ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. കറക്റ്റ് നെക്സ്റ്റ് ബുധനാഴ്ച എനിക്ക് 5,80,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. അതുവരെ ചോദിച്ചവരെല്ലാം ഇപ്പില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും കറക്റ്റ് ഈ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് 5,80,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ തന്ന എൻ്റെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഗോഡ്വിൻ എന്നാണ്. അമ്മ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലൈസൻസിൻ്റെ പുതിയ നിയമം വന്നതിന് മുന്നേ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പേടിയായിട്ടല്ല, നേരത്തെ എടുക്കണം എന്നുള്ളത് ഇതുണ്ടായിരുന്നു. എനിക്ക് 18 വയസ്സ് തന്നെ ഞാൻ പോയിട്ട് ലേണേഴ്സിന് അപ്ലൈ ചെയ്ത്, എന്നിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കൊക്കെ വന്നു. ലേണേഴ്സൊക്കെ പാസ്സായി. ലേണേഴ്സ് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പം അമ്മ മറ്റേ കാശ് രൂപ തന്നു വിട്ടു. അതായിട്ട് പോയി എഴുതി പോന്നു. പിന്നെ ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ഉപ്പ് ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കണതിൻ്റെ സൈഡിൽ കുറച്ചിട്ടു. എന്നിട്ട് വിശ്വസർമാണൊക്കെ ജോലി പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞു, പാസ്സായി. എന്നിട്ട് പിന്നെ ഒരു മെയ്യൊക്കെ ആയപ്പോഴാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് ടെസ്റ്റിനുള്ളത്. അപ്പോൾ ടെസ്റ്റിന് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അപ്പം അമ്മ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. എന്നിട്ട് കാശ് രൂപ ഇങ്ങനെ കഴുത്തിലിട്ടു, കൊന്തരപ്പം. പിന്നെ അപ്പോഴെനിക്ക് ഉപ്പ് കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉപ്പ് ഞാൻ കൊണ്ടുപോയിട്ട് വെച്ചെടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഉള്ളിൽ ഇട്ട് വെച്ചെടുക്കാനായിട്ട് നല്ല പേടിയായിരുന്നു. ട്രയലൊക്കെ എടുക്കുമ്പോൾ വണ്ടി ഓഫാവാറുണ്ട്. അപ്പോൾ വെച്ചെടുക്കുന്ന സമയത്ത് നല്ല പേടിയായിരുന്നു. എന്നിട്ടിത് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒക്കെ ചെയ്യാനൊക്കെ റെഡിയായി. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഞാൻ അതിന് ശേഷം എനിക്കിപ്പോൾ മാതാവിനോട് ഭയങ്കര വിശ്വാസമൊക്കെ ഇത്തിരി കൂടി. അപ്പോൾ അതിന് ശേഷം 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ BSc നഴ്സിംഗ് പഠിക്കണം ഞാനിപ്പോൾ. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ടൈമിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് സപ്ലിയിലാണ്ട് പാസ്സാവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് നഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് ടൈം എക്സാം ഇതുപോലെ ഉപ്പൊക്കെ കൈ പിടിച്ചിട്ട് പോയിട്ട് കാശ് രൂപം കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ ഫസ്റ്റ് ടൈം പാസ്സായി, സപ്ലിയിലാണ്. അതുപോലെ ഞാൻ ഡ്യൂട്ടിയുടെ ഇടയിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതിനിടയിൽ ഞാൻ അവിടെ വെള്ളം ഉണ്ടായിരുന്നു, സ്ലിപ്പായിട്ട് വീണായിരുന്നു. അപ്പോൾ 2 ഡോറിൻ്റെ നടുക്കായിട്ടാണ് വീണത്. 2 കാലും മടങ്ങി ബാക്ക് ഇടിച്ചാണ് വീണത്. ആ നേരത്ത് ആ സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ സ്ഥലത്ത് പ്രത്യേകിച്ച് ആരും തന്നെ ഉണ്ടായില്ല. ഞാൻ എൻ്റെ മാതാവേ എനിക്കൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ്. പക്ഷേ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായില്ല. 5 മിനിറ്റോളം ഞാൻ അവിടെ ഇരുന്നിട്ട് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോയത്
എൻ്റെ ബാഗിൽ എപ്പോഴും ഉപ്പും തൈലും എപ്പോഴും ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പം ഞാൻ തൈലം എടുത്തിട്ട് ഈ കാലയിൽ പാദത്തിൻ്റെ അവിടെയാണ് നല്ല പെയിൻ തോന്നിയത്. അപ്പോൾ നോക്കിയപ്പോൾ നീരും വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ തൈലം എടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി തേച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കേണ്ടി വരും, നല്ല നീരുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എക്സ്റേ ഒന്നും എടുത്തില്ല. അന്ന് ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. 2 ദിവസം ഞാൻ ഫുൾ ഫാസ്റ്റിങ്ങിലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ 5 ദിവസം കൊണ്ട് വേദനയും ഫുള്ള് നീരും പൂർണ്ണമായിട്ടും മാതാവ് ഈ തൈലം തേച്ച് പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ലീവിന് വരുമ്പോൾ വേളാങ്കണ്ണി പോയിട്ട് 5 ബാഗ് പത്രം വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയി വിതരണം ചെയ്തായിരുന്നു. അതുകൂടാതെ നമ്മൾ ഈ ഫോണിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ ദൈവത്തിൻ്റെ, അതായത് നമ്മുടെ ബൈബിളിലെ അധ്യായങ്ങൾ, ഓരോ അധ്യായം ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കും ദൈവത്തിൻ്റെ വചനം ഞാൻ എത്തിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ സാക്ഷ്യങ്ങൾ, ഏത് സാക്ഷ്യം കണ്ടാലും എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കാണും, അത് പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. അതുമൂലം ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ വിശ്വാസം കൊണ്ട് ഇവിടെ ജപമാല റാലിയിൽ ഒരുപാട് പേരെ പങ്കെടുപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം മൂലമാണ്. പിന്നെ കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഓരോരുത്തർക്ക് സഹായങ്ങൾ ചോദിച്ചു വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. അതുപോലെ നാട്ടിലേക്ക് ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ട് അനാഥാലയങ്ങൾ, കൂടുതലും ഞാൻ സെറിബ്രൽ പാൾസി പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച കുട്ടികൾക്കാണ് സഹായം ചെയ്യാറുള്ളത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി.